ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പ്രകൃതിയിലെ ഓരോ ജീവജാലത്തിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു ഉദാഹരണമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കൈനി മരമാണ്. കൈനി എന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇല വരുന്നത്. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ മരത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ ചുവട്ടിലായിട്ട് ഇതേപോലെ ഒരുപാട് പൊതികൾ കിടക്കുന്നത് കാണാം. അതിൻ്റെ ചുറ്റുഭാഗത്ത് ഒരുപാട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ പൊതികളിൽ എന്താണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കും കൂടെ കാണാം. അപ്പോൾ ഞാനിത് കുറച്ച് പെറുക്കുന്നുണ്ട്. എന്താ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പെറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അത് ഒന്നെടുത്തിട്ട് ഞാൻ മെല്ലെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമ്മൾ സൂക്ഷിച്ച് ഓപ്പൺ ചെയ്യുക. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് എത്തിയിട്ടൊന്നും കാണാനുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഓപ്പൺ ചെയ്തപ്പോൾ അതിനൊരു മുട താഴത്തേക്ക് വീണു. അപ്പോൾ ഒരു യെല്ലോ കളറിലെ ഒരു ചെറിയൊരു മുടയാണ്. പുഴുവിൻ്റെ മുടയാണെന്ന് തോന്നുന്നു. അപ്പോൾ കാണാണ്ടോ, ചെറിയതാണ്, ഒരു മഞ്ഞ കളറിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. നല്ല തുറക്കണം, ചെറിയ മുടയാണ്ട് കാണാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ലാസ്റ്റ് ഭാഗമൊക്കെ നല്ല ചുരുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇതായിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കി, ബട്ട് അതിൽ മുട ഒന്നും കാണാനില്ല. അപ്പോൾ ഞാൻ വേറെ ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ല കെയർഫുള്ളായിട്ട് തന്നെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഭാഗമൊക്കെ ഭയങ്കരമായിട്ട് ഉള്ളിൽ ചുരുട്ടി വെച്ച പോലെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ. പ്രകൃതി അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഒരു യെല്ലോ കളർ മുട കിട്ടിയിട്ടുണ്ട്. കണ്ടിട്ട് പുഴുവിൻ്റെ മുടയുടെ പോലെ തന്നെ ഉണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഉള്ളിലുള്ള ഗിഫ്റ്റ്. അങ്ങനെ 4-5 കൂടി ഉണ്ട്. ഞാനത് ഓപ്പൺ ചെയ്യുന്നില്ല. അവർക്കും അവർ വിരിച്ചിറക്കുന്ന ടൈമായിരിക്കും അതിൻ്റെ ഉള്ളിൽ പ്രകൃതി കാലത്തോളം അവരെ സൂക്ഷിക്കുന്നതാവും. അപ്പോൾ ഞാനത് മടക്കാൻ നോക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ ആക്കിയിട്ട്. അപ്പോൾ ശരിയാവണില്ല. അവനെ മറ്റേ മുട വീണത് എൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒരുമിച്ച് മടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് രണ്ടും കൂടെ അതിൽ വെച്ചിട്ട് മടക്കുന്നുണ്ട്. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അത് നമുക്ക് മടക്കാൻ പറ്റുന്ന രീതിക്കല്ല. അപ്പോൾ ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തു അത് മടക്കാൻ വേണ്ടിയിട്ട്. എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് തൽക്കാലം ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പാടുപെട്ടിട്ടാണെങ്കിലും തൽക്കാലം ഞാനൊന്ന് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്, മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ ബാക്കിയുള്ളതും കൂടെ എടുത്തിട്ട് ഞാൻ അവിടെ പുറത്തന്നെ കൊണ്ടുപോയി വെക്കുകയാണ്. എനിക്കും കൂടി ഉണ്ടായാലേ അത് ചിലപ്പോൾ വിരിഞ്ഞ് ഇറങ്ങുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ എടുത്തിട്ട് അവിടെ തന്നെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു.